കുറേ കാലമായ ഒരു ഫേസ് പാക്ക് ഒന്നും മുഖത്തിടാത്ത. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്ന് വീട്ടിൽ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് ഒരു ഫേസ് പാക്ക് അങ്ങ് ഉണ്ടാക്കിയിട്ടേക്കാം. അങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റയിലെല്ലാം തപ്പി നോക്കുമ്പോൾ ഒരു വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഉണ്ട്. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്ന് അറിഞ്ഞിട്ട് അവൻ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതിന് വേണ്ടുന്ന സാധനങ്ങളെടുത്ത്. അതിന് വേണ്ടുന്നത് നാല് സാധനങ്ങളാണ്: തൈര്, കാപ്പിപ്പൊടി, പുളിനാരങ്ങ, ഒരു തക്കാളി. അപ്പം എന്ത് ചെയ്യുക, ഒരു നുള്ള തൈര് എടുക്കുക. അതിലേക്ക് ഞാൻ 5 രൂപേൻ്റെ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് വാങ്ങി. ഒട്ടും കുറക്കണ്ട, ബ്രൂ നല്ല കമ്പനിയല്ലേ. അപ്പം നമ്മൾ ഈ കണ്ടമാനം ഒരു ക്വാളിറ്റി ഇല്ലാത്ത കാപ്പിപ്പൊടി ഇടുന്നതിലും നല്ലത് എടുക്കുമ്പോൾ നല്ലത് തന്നെ എടുക്കാം. 5 രൂപേൻ്റെ കാപ്പിപ്പൊടി ഏകദേശം ഒരു പകുതി ഭാഗം ഞാൻ എടുത്ത് വെച്ച ഒരു നുള്ള തൈരിലേക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളിൻ്റെ പകുതി കഷ്ണം മുറിച്ചെടുത്തത് നന്നായി പിഴിഞ്ഞെടുത്തതിൻ്റെ ജെല്ലി മൊത്തം ആ മിക്സിലേക്ക് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുളിനാരങ്ങ, മുറിച്ച് വെച്ച പുളിനാരങ്ങേൻ്റെ ഒരു നുള്ള് ഇങ്ങനെ പിഴിഞ്ഞ് അതിന് നീര് ആക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നന്നായി മിക്സ് ആക്കിയ സമയത്ത് ഇതാ നോക്കിയാട്ടെ, നല്ല ചിക്കൻ കറി വെച്ച കളർ അല്ലേ. ഇനി എന്ത് ചെയ്യാം, ഇത് നമ്മളെ മുഖം നന്നായി ഒന്ന് വാഷ് ചെയ്ത് ഒരു ടവൽ വെച്ച് ഒപ്പിയ ശേഷം നമ്മളെന്ത് ചെയ്യുക, മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗങ്ങളിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളെന്താ വേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം കേട്ടോ. 2 കൈകളും ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക. ഞാൻ ഈ മസാജ് ചെയ്യുന്ന അതേ രീതിയിൽ നിങ്ങൾ മസാജ് ചെയ്യണ്ട. മസാജ് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. നമുക്ക് പിന്നെ അതിനൊന്നും ഒരു പ്രശ്നമില്ലാത്തത് കാരണം, പിന്നെ അത് തപ്പിപ്പിടിക്കാൻ നേരമില്ലാത്തത് കാരണം ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് തോന്നിയ രീതിയിൽ ഞാനങ്ങ് മസാജ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മസാജ് എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ തപ്പിയെടുക്കുമോ, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടാനുസൃതമോ നിങ്ങൾക്ക് മസാജ് ചെയ്യാവുന്നതാണ്. ഞാനിതാദ്യം മുഖത്ത് മാത്രം ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു ബ്രൈറ്റ്നസ് മുഖത്ത് കൂടി വരുന്നുണ്ടെങ്കിൽ കഴുത്ത് മാത്രം എന്തിനാ വേറിട്ട് നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കുറച്ചെടുത്തിട്ട് കഴുത്തിലും അപ്ലൈ ചെയ്തു. അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. ഞാൻ ഈ മിക്സ് എടുക്കുന്ന സമയത്ത് തൈര് കുറച്ചധികമായിപ്പോയി. അപ്പോൾ എൻ്റെ മിക്സ് കുറച്ച് ലൂസായിപ്പോയി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ഒരു നുള്ള തൈര് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മിക്സ് എല്ലാം കൂട്ടി വരുന്ന സമയത്ത് ഏകദേശം കുറച്ചൊരു ഉറപ്പില്ല ടൈപ്പിൽ അങ്ങനെയില്ലേ ഒരു മിക്സ് ആവണമെങ്കിൽ നമ്മൾ തൈരിൻ്റെ അളവ് കുറക്കണം. അതായത് നമ്മൾ പുളിനാരങ്ങയും തക്കാളീൻ്റെ ജെല്ലും എല്ലാം കൂട്ടുമ്പോൾ വീണ്ടും ലൂസാവില്ലേ എന്ന്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് നല്ലതാണ്. പിന്നെ ഇതൊന്നാണ് അങ്ങനെ കണ്ടമാനം അസംസ്കൃത വസ്തുക്കളൊന്നും അല്ലല്ല, നമ്മളെ നാട്ടിൽ ലഭ്യമാകുന്ന ചെറിയ അതായത് നമ്മളെല്ലാ വീട്ടുകളിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയല്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് ചെയ്ത് നോക്കാം, ഇതാവുമ്പോൾ സൈഡ് എഫക്റ്റോ കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന്. അപ്പോൾ അലർജിയോ കംപ്ലൈൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ ഈ മിക്സ് ആക്കിയിട്ടാകുമ്പോൾ ഒരു നുള്ള കൈപ്പുറത്ത്, അതായത് കൈൻ്റെ തൊലിപ്പുറത്തോ മറ്റോ ഇട്ട് നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നുമില്ലാന്ന് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. എനിക്ക് പിന്നെ അതിന് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അതിനൊന്നും നിന്നിട്ടില്ല, മുഖത്തേക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയോ ചെയ്തത്. അപ്പം എന്നെപ്പോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും അലർജിയോ കാര്യമോ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊലിപ്പുറത്ത് ഇട്ട് നോക്കിയതിന് ശേഷം മാത്രമേ മുഖത്ത് ഈ മിക്സ് ഇട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അത് മസാജ് ചെയ്തെടുത്ത് ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തെ നേർങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ലേ, അതെല്ലാം മുഖത്തോട് നന്നായി യോജിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2ാം ക്വാർട്ടറും 3ാം ക്വാർട്ടറും എന്ന് പറഞ്ഞ പോലെ നല്ലോണം ഘനത്തിലടി ഇട്ട് കൊടുത്തു. എന്നിട്ടും നമ്മളെ മിക്സ് ബാക്കി. ഞാൻ എന്ത് ചെയ്ത് കഴുത്തിന് വീണ്ടും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കൈ മടക്ക് വരുന്നില്ലേ, അപ്പോൾ ആ കൈ മടക്കിലെല്ലാം ഇട്ട് കൊടുത്തു. കാരണം കൈ മടക്ക് വരുന്ന സമയത്ത് അടി ഒരു കളർ ചേഞ്ച് ഉണ്ടാവില്ലേ, അപ്പം അതും ഒന്ന് വെളുക്കുന്നുണ്ടെങ്കിൽ വെളുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് അങ്ങനെ ആ മിക്സ് അങ്ങ് കാലിയാക്കി. അത് കഴിഞ്ഞ് ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞത് ഇത് ഉണങ്ങാനുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം വേണം, ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വേണം നന്നായി ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ സമയത്ത് എൻ്റെ ബാക്കിയുള്ള ജോലികളൊക്കെ തീർത്തു. കറിയായി, അലക്കിയതാറിയിട്ടു, എല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് നന്നായിട്ട്
കൈൻ്റെ അതെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇതാ ഞാൻ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഇങ്ങനെ ഉരക്കുമ്പോൾ ഇങ്ങനെ ഒരു തൊലി പൊളിഞ്ഞു പോകുന്നത് പോലെ പോകും. തൊലിയല്ല, ഒരു അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചേറിൽ ഇളകി പോകുന്ന പോലെ തോന്നി. അതാ മിക്സായിരിക്കും, ഒരു പറ്റുന്ന ടൈപ്പ് പോലെ ഉണ്ടായിരുന്നു, ഒരു പറ്റ് പോലെ. എന്നാലും നന്നായി ഉണങ്ങിയ സമയത്ത് ഇത് ഉരക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളകി പോകുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ റിസ്ക് എടുക്കുന്നില്ലേ, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടിഷ്യൂ എടുത്ത് നിങ്ങൾക്ക് മുഖമെല്ലാം തുടക്കുന്ന സമയത്ത് തുടച്ച് കളയാൻ കഴിയുമെങ്കിൽ അങ്ങനെ തുടച്ച് കളയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫേസ് ഒന്ന് നല്ല തണുത്ത വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് പറ്റും പോലെ ആയതുകൊണ്ട് ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ട് എനിക്ക് വൃത്തിയിൽ കിട്ടുന്നില്ല. കുറച്ച് നേരം ഞാൻ നോക്കിനേനു, പിന്നെ അതിന് നിന്ന് ഉരക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് വേഗം പോയിട്ട് ഒരു നുള്ളു വെള്ളം എടുത്ത് മുഖം കഴുകി. തണുത്ത വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് പച്ചവെള്ളം തന്നെയാണ് കേട്ടോ, അല്ലാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് വേഗം പൈപ്പ് അങ്ങ് തുറന്നു, കയ്യിൽ വെള്ളമെടുത്തു, മുഖം നന്നായിട്ട് വാഷ് ചെയ്തു. ഇതെല്ലാം ഞാൻ ഉണ്ടല്ലോ ഫിൽറ്റർ ഇടാണ്ട് കാണിക്കുന്നതാണ്, ഒരു ഫിൽറ്ററും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ കഴുകി വന്നിട്ടാകുമ്പോൾ ഞാൻ എൻ്റെ ഫേസ് കാണിച്ചു തരാം. നമുക്ക് ആദ്യമൊന്നും വലിയൊരു മാറ്റമൊന്നും തോന്നില്ല, പക്ഷേങ്കിൽ ഇതിൻ്റെ ടിസ്റ്റ് എന്ന് വിചാരിച്ചാൽ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴത്തേക്കും നമ്മളെ മുകളിലുണ്ടല്ലോ ഒരു ഇങ്ങനെ തിളങ്ങുന്നത് പോലെയുണ്ട്, ഒരു ഗ്ലോ ഉണ്ട്. അതുകൊണ്ട് അപ്പാടെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ടി പാടില്ല. റിസൾട്ട് തീരെ ഇല്ലാണ്ടൊന്നുമില്ല, നമ്മളെ മുഖത്തെ കച്ചറകളെല്ലാം നന്നായിട്ട് ഇളകിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നുണ്ടാവും, കണ്ടുവാ. ഇതാ നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട്, അതുപോലെ നല്ലൊരു സോഫ്റ്റ്നെസ്സും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്നേക്കാണ് നല്ല മുഖത്ത് നമുക്കത് പറഞ്ഞറിയിക്കാൻ വേണ്ടി കഴിയില്ല, അത്രയും സോഫ്റ്റ് സ്കിന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇത് അത്ര മോശമൊന്നുമില്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി മാസ്ക് തന്നെയാണ് ഇത്. നമുക്ക് കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും നമ്മളെ കാലിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ലേ. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക, കാരണം എല്ലാം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ.